നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് നിയമപരമായി ബാധ്യത വരുമോ? ബിസിനസ് ലോകത്ത് അത് സംഭവിക്കാം, നമ്മൾ വിചാരിക്കുന്നതിലും എളുപ്പത്തിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ നിയമതത്വം ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിയേക്കാം. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഹോൾഡിംഗ് ഔട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെയൊന്ന് സങ്കല്പിക്കാം. നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞ് നിങ്ങളുടെ പുതിയ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ആ സ്ഥാപനം വിട്ടതിനു ശേഷം അവര് വരുത്തിവെച്ച കടങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് കിട്ടുന്നു. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പിന്നിലെ ആ നിയമവശം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ പറയാൻ പോകുന്നത് വെറും ഒരു സാങ്കല്പിക കഥയല്ല കേട്ടോ. ഈ നിയമതത്വത്തിന്റെ അടിത്തറ തന്നെ 1882 നടന്ന ഒരു യഥാർത്ഥ കേസിൽ നിന്നാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും നിയമപുസ്തകങ്ങളിലും കോടതികളിലും ഒരുപോലെ പ്രസക്തമായ ഒരു പാഠമാണ് ആ കഥ നമുക്ക് നൽകുന്നത്. അപ്പോ ഈ കേസിലുൾപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം. സ്കാർഫും റോജേഴ്സും. അവര് രണ്ടുപേരും ചേർന്ന് വളരെ വിജയകരമായി ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ക്ലയന്റ്സും സപ്ലയേഴ്സും ഒക്കെ അവരെ ഒരുമിച്ചാണ് കണ്ടിരുന്നത്, അറിഞ്ഞിരുന്നതും. കുറച്ചുകാലം കഴിഞ്ഞപ്പോ സ്കാർഫ് ആ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് പകരം ബീച്ച് എന്ന പുതിയൊരാൾ പാർട്ട്ണറായി വന്നു. അതായത് ആ സ്ഥാപനത്തിനകത്ത് വലിയൊരു മാറ്റം സംഭവിച്ചു. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു മാറ്റവും അറിയില്ല. ബിസിനസ് പഴയതുപോലെ തന്നെ മുന്നോട്ടുപോയി. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കേസിന്റെ ഗതി മാറ്റിയ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റ് ഇതാണ്. സ്കാർഫ് വിരമിച്ച കാര്യമോ ബീച്ച് പുതിയ പാർട്ട്ണറായ കാര്യമോ അവർ പൊതുജനങ്ങളെയോ സ്ഥിരം ഇടപാടുകാരെയോ ഒന്നും അറിയിച്ചില്ല. അതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. അപ്പോ ജാർഡിൻ എന്നു പേരുള്ള അവരുടെ ഒരു പഴയ സപ്ലയർ സ്ഥാപനത്തിൽ ഇപ്പോഴും സ്കാർഫ് ഒരു പങ്കാളിയാണെന്ന് തന്നെ വിശ്വസിച്ച് പുതിയ സ്ഥാപനത്തിന് സാധനങ്ങൾ കടമായി കൊടുത്തു. പക്ഷെ സംഭവിച്ചതെന്താ? റോജേഴ്സിന്റെയും ബീച്ചിന്റെയും ആ പുതിയ സ്ഥാപനം സാമ്പത്തികമായി തകർന്നു. ജാർഡിന് പണം കൊടുക്കാനും പറ്റിയില്ല. പണം കിട്ടാതെ വന്നപ്പോൾ ജാർഡിൻ നേരെ കോടതിയിലേക്ക് പോയി. അപ്പോ ഇതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ചോദ്യം. സ്ഥാപനത്തിൽ നിന്ന് എന്നോ പിരിഞ്ഞുപോയ, ഈ ഇടപാട് നടക്കുമ്പോൾ അവിടെ ഇല്ലാതിരുന്ന സ്കാർഫിന് ഈ പുതിയ കടത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? അദ്ദേഹം നിയമപരമായി ബാധ്യസ്ഥനാണോ? എന്തായിരിക്കും കോടതിയുടെ വിധി? നമുക്ക് നോക്കാം. ഈ ഒരു സങ്കീർണമായ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് ഹോൾഡിംഗ് ഔട്ട് എന്ന നിയമതത്വത്തിലാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സംസാരമോ പ്രവൃത്തിയോ ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് പോലുമോ നിങ്ങളെ ഒരു പാർട്ട്ണറായി മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഈ നിയമം പറയുന്നത്. ഈ നിയമം കൃത്യമായി പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒന്നുകിൽ വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഒരു സ്ഥാപനത്തിലെ പങ്കാളിയാണെന്നും മറ്റൊരാളെ വിശ്വസിപ്പിക്കുന്നു എന്ന് വെക്കുക. ആ വിശ്വാസത്തിന്റെ പുറത്ത് ആരെങ്കിലും ആ സ്ഥാപനത്തിന് കടം കൊടുത്താൽ പിന്നീട് അയ്യോ ഞാൻ അവിടുത്തെ പാർട്ട്ണറൊന്നും അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൈകഴുകി മാറാൻ പറ്റില്ല. നിയമം നിങ്ങളെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കില്ല. ശരി, അപ്പോൾ ഒരാൾക്ക് ഈ ഹോൾഡിംഗ് ഔട്ട് പ്രകാരം ബാധ്യതയുണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുക? കോടതിയിലിത് സ്ഥാപിച്ചെടുക്കാൻ പ്രധാനമായും 3 കണ്ടീഷൻസ് ഉണ്ട്. നമുക്കതൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു പ്രതിനിധാനം അഥവാ റെപ്രസന്റേഷൻ നടക്കണം. അതായത് ഒരാൾ ആ സ്ഥാപനത്തിലെ പാർട്ട്ണറാണെന്ന് മറ്റൊരാൾക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. സ്കാർഫിന്റെ കേസിൽ അദ്ദേഹം വിരമിച്ച വിവരം പുറത്തു പറയാതിരുന്നത് ഒരു പരോക്ഷമായ റെപ്രസന്റേഷനായി മാറി. രണ്ടാമതായി, ഒരു മൂന്നാം കക്ഷി അത് വിശ്വസിക്കണം. ഇവിടെ ജാർഡിൻ എന്ന സപ്ലയർ സ്കാർഫ് ഇപ്പോഴും പാർട്ട്ണറാണെന്ന് വിശ്വസിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, ആ വിശ്വാസത്തിന്റെ പുറത്തായിരിക്കണം അവർ ആ സ്ഥാപനത്തിന് കടം കൊടുത്തത്. ജാർഡിൻ അങ്ങനെയാണല്ലോ ചെയ്തത്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ സ്കാർഫിന്റെ ബാധ്യത ഉറപ്പായി. അപ്പോൾ ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ തന്നെ ഇതിന് കൃത്യമായ അടിത്തറയുണ്ട്. പണ്ട് മുതലുള്ള സാധാരണ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്കും ഇന്നത്തെ കാലത്തുള്ള ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾക്കും, അതായത് LLPകൾക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. നോക്കൂ, 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 28ഉം 2008 LLP ആക്ടിലെ സെക്ഷൻ 29ഉം ഈ ഹോൾഡിംഗ് ഔട്ടിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ 2 സെക്ഷനുകളിലെയും വാചകങ്ങൾ പോലും ഏതാണ്ട് ഒരുപോലെയാണ്.
അതായത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വയം ഒരു പാർട്ട്ണറായി മറ്റൊരാൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളെ അങ്ങനെ അവതരിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുകയോ ചെയ്താൽ ആ വിശ്വാസത്തിൽ പണം മുടക്കുന്നവരോട് നിങ്ങൾ ബാധ്യസ്ഥനാകും. ബിസിനസിന്റെ ഘടന മാറിയാലും ഈ നിയമതത്വം മാറുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, എല്ലാ സാഹചര്യത്തിലും ഇത് ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ നിയമത്തിൽ നിന്ന് ഇളവുകൾ കിട്ടാം. എപ്പോഴൊക്കെയാണ് ഈ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്നുകൂടി നമുക്ക് നോക്കാം. പ്രധാനമായും 3 ഇളവുകളാണുള്ളത്. 1. ഒരു പാർട്ട്ണർ മരിച്ചുപോയാൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾക്കോ അനന്തരാവകാശികൾക്കോ ഈ ബാധ്യത വരില്ല. കാരണം മരണമെന്നത് തന്നെ ഒരു പബ്ലിക് നോട്ടീസായി നിയമം കണക്കാക്കുന്നു. 2. ഒരു പാർട്ട്ണർ പാപ്പരായി, അതായത് ഇൻസോൾവെന്റായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ ദിവസം മുതൽ അയാളുടെ ബാധ്യത തീർന്നു. 3. പുറം ലോകത്തിന് അറിയാത്ത ഒരു സൈലന്റ് പാർട്ട്ണർ അഥവാ സ്ലീപ്പിംഗ് പാർട്ട്ണർ വിരമിക്കുകയാണെങ്കിൽ പുള്ളി പ്രത്യേകം അറിയിപ്പ് നൽകിയില്ലെങ്കിലും സാധാരണയായി ബാധ്യത വരാറില്ല. ഈ തത്വം എപ്പോഴാണ് ബാധകമല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു യഥാർത്ഥ കേസ് കൂടി നോക്കാം. ഒരാളെ പാർട്ട്ണറായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതിൽ എത്രമാത്രം കാര്യമുണ്ടെന്ന് ഈ കേസ് നമുക്ക് കാണിച്ചുതരും. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 കേസുകളെയും താരതമ്യം ചെയ്യുകയാണ്. ആദ്യത്തെ കേസ് സ്കാർഫിന്റേത്. അവിടെ അദ്ദേഹം വിരമിച്ചതറിയിക്കാതിരുന്നത് ഒരു നിഷ്ക്രിയ പ്രതിനിധാനമായി മാറി. മുൻകാല ഇടപാടുകൾ കാരണം സപ്ലയർ അത് വിശ്വസിച്ചു. ഫലം അദ്ദേഹം ബാധ്യസ്ഥനായി. ഇനി രണ്ടാമത്തെ കേസ് ടവർ ക്യാബിനറ്റ് വേഴ്സസ് ഇൻഗ്രാം നോക്കൂ. അവിടെ മിസ്റ്റർ ഇൻഗ്രാം വിരമിച്ചപ്പോൾ സപ്ലയേഴ്സിനെ അറിയിക്കാൻ പുതിയ പാർട്ട്ണറോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അബദ്ധത്തിൽ പഴയ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചു. എങ്കിലും ഇൻഗ്രാം അറിഞ്ഞുകൊണ്ടൊരു പ്രതിനിധാനത്തിന് മുതിരാത്തതുകൊണ്ട് കോടതി അദ്ദേഹത്തെ ബാധ്യസ്ഥനല്ലെന്ന് വിധിച്ചു. അപ്പോ എന്താണ് ഈ 2 കേസുകളും തമ്മിലുള്ള ആ നിർണായകമായ വ്യത്യാസം? മിസ്റ്റർ ഇൻഗ്രാം തന്നെ ഒരു പാർട്ട്ണറായി ചിത്രീകരിക്കാൻ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കുകയോ അതിന് കാരണക്കാരനാവുകയോ ചെയ്തില്ല. സ്കാർഫിന്റെ മിണ്ടാതിരുന്നത് ഒരു സമ്മതമായി നിയമം കണ്ടപ്പോൾ ഇൻഗ്രാമിന്റെ കാര്യത്തിൽ അങ്ങനെയൊരു അറിഞ്ഞുകൊണ്ടുള്ള പ്രതിനിധാനം ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ വ്യത്യാസം അദ്ദേഹത്തെ രക്ഷിച്ചു. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നുള്ള പ്രധാന പാഠമെന്താണ്? ബിസിനസ്സിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒരു ഇരട്ടവാള് പോലെയാണ്. അത് നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ കൊണ്ടുവരും. പക്ഷേ അതേ പ്രശസ്തി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ബാധ്യതകളും തലയിൽ വെച്ച് തന്നേക്കാം. ചുരുക്കി പറഞ്ഞാൽ, നിയമത്തിന്റെ കണ്ണിൽ യഥാർത്ഥത്തില് എന്ത് നടന്നു എന്നതിന് മാത്രമല്ല പ്രസക്തി, മറ്റുള്ളവർ എന്ത് ധരിച്ചു, എന്ത് വിശ്വസിച്ചു എന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ പേര് മറ്റുള്ളവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഇടപാടുകൾക്ക് പോലും നിങ്ങൾ പണം കൊടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങളെത്തന്നെ സംരക്ഷിക്കാൻ ഈ 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. 1. ഏതൊരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിന്മാറുമ്പോഴും അത് പത്രത്തിലോ മറ്റോ ഒരു പൊതു അറിയിപ്പായി കൊടുക്കുക. 2. ആ സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡ്, വെബ്സൈറ്റ്, സൈൻബോർഡുകൾ തുടങ്ങി എല്ലായിടത്തുനിന്നും നിങ്ങളുടെ പേര് നീക്കം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. 3. നിങ്ങളുടെ പേരും പ്രശസ്തിയും എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് എപ്പോഴും ഒരു കണ്ണ് വേണം. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, അത് നിങ്ങൾ വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു വലിയ ആസ്തിയല്ലേ? ആ ആസ്തിയുടെ നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിൽ എത്താതിരിക്കാനും അത് നിങ്ങൾക്കൊരു ബാധ്യതയാകാതിരിക്കാനും നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം. നന്ദി.